ഹായ് ഫ്രണ്ട്സ്, NSN സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും. കാരണം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് അതിലുള്ളത്. അത് കണ്ടതിന് ശേഷം മാത്രമേ ക്ലാസ് കാണാവുള്ളൂ. കാരണം നമുക്ക് 10th നമ്മുടെ തിയറി കെമിസ്ട്രിയുടെ തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഭാഗം മുതലാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് IUPAC നെയിമിങ്, IUPAC നാമകരണമാണ്. അതിനു മുൻപായി മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, പെന്റേൻ, ഹെക്സേൻ എന്നുള്ള ആ ഒരു ഹൈഡ്രോ കാർബണുകളുടെ പേരും അതേപോലെ തന്നെ വേർഡ് റൂട്ടും എന്ന് പറയുമ്പോൾ പദമൂലവും അറിഞ്ഞെങ്കിലേ നമുക്ക് നെയിമിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രക്ചർ ഫോർമുല ഓഫ് 2 ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ ബിലോ. രണ്ട് ഹൈഡ്രോ കാർബണുകളുടെ ഘടനാവാക്യമാണ് തന്നിരിക്കുന്നത്. ഇതില് നമുക്ക് ഒന്നാമത്തതിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതില് CH3, CH2, 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 CH3 ആ ഒരു ചെയിൻ ഞാൻ എഴുതിയപ്പോൾ അതിന്റെ മുകളിൽ നമ്പർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാർബണിന്. രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കുമ്പോൾ CH3, CHൽ നിന്ന് മുകളിലേക്ക് ഒരു CH3 പോയിട്ടുണ്ട്, റൈറ്റിലേക്ക് CH2, CH3. യു ആർ ഫെമിലിയർ വിത്ത് ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോകാർബൺ ഫസ്റ്റ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ എഴുതിയിട്ടുള്ളതാണ്, ശരിയല്ലേ? ഈ ആദ്യത്തെ സ്ട്രക്ചർ ഫോർമുല, അതായത് ഘടനാവാക്യം. രണ്ടാമത്തത് നിങ്ങൾക്ക് ചെറിയ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ രണ്ട് ചെയിനെ നിങ്ങൾ നോക്കിയതിനു ശേഷം ഇതിന്റെ സ്ട്രക്ചറിൽ, ഘടനയിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത് എന്നൊക്കെ നോക്കാം. നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ ആൻസർ നമ്മൾ ചെയ്തു വരുമ്പോൾ അത് ഏതിലേക്ക് എത്തും? നമുക്ക് IUPAC നെയിമിങ്ങിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദിസ് ചെയിൻ? ഈ രണ്ട് ചെയിനുകളിലും ഉള്ള ചോദ്യം അല്ല ചോദിച്ചേക്കുന്നത്, ഫസ്റ്റ് കോമ്പൗണ്ടിലുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ ആകെ എണ്ണം എത്രയാണെന്നാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. നമ്പർ ചെയ്തേക്കുന്നതനുസരിച്ച് 5 കാർബൺ ആറ്റങ്ങൾ, 5 കാർബൺ ആറ്റംസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ? ഈ കാർബൺ ചെയിനിന്റെ വേർഡ് റൂട്ട് എന്താണെന്നാണ്. വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ പദമൂലം, അല്ലെ? അപ്പൊ പദമൂലം നമുക്കറിയാം, 5 കാർബൺ വരുന്നതിന്റെ പദമൂലം പെന്റാണ്. ഇനി ഇതിന്റെ ഈ ഒരു സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. റൈറ്റ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്താണ്? പെന്റ്. 5 കാർബൺ വരുമ്പോൾ പെന്റാണ്. ഇനി എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? ANE എന്നും കൂടെ ചേർക്കുന്നു. പെന്റേൻ, ആൽക്കെയിൻ ആണ്. സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്, അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? പെന്റെയിൻ. ANE ചേർക്കുക. കണ്ടോ? ആൽക്കെയിൻ ആണ്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത് എന്താണ്? പെന്റെയിൻ. ഫസ്റ്റ് ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം ആണ് എന്ത്? പെന്റെയിൻ എന്നുള്ളത്. ഇനി അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ഫോർമുല ഓഫ് ഹൈഡ്രോ കാർബൺ 1 and 2. ഈ രണ്ട് ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളുടെയും ഘടന നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ താഴെ ഉള്ളതിന്റെ ആൻസർ എഴുതാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തിയിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. വാട്ട് ഈസ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് 2 ഹൈഡ്രോ കാർബൺസ്? ഈ രണ്ട് ഹൈഡ്രോ കാർബണുകളുടെയും തന്മാത്രാ വാക്യം എന്താണെന്നാണ്, മോളിക്കുലർ ഫോർമുല എന്താണെന്നാണ്. അപ്പൊ ഫസ്റ്റ് ഹൈഡ്രോ കാർബണിനെ നമുക്ക് എന്നെ നോക്കാൻ മനസ്സിലാവും. 5 കാർബൺ ഉണ്ട് ഇവിടെ. C5, ഹൈഡ്രജൻ 3 + 3 6, 6 + 4 10 + 2 12. അങ്ങനെ C5H12 ആണ് അതിന്റെ മോളിക്കുലർ ഫോർമുല. തന്മാത്രാവാക്യം C5H12, 5 കാർബണും 12 ഹൈഡ്രജനും ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദേ ഡിഫർ ഇൻ ദി സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ? കാർബൺ ചെയിന്റെ ഘടനയിൽ ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അതായത് ഇതിന്റെ ഘടന നോക്കിക്കേ. ആദ്യം നോർമൽ ആയിട്ട് എഴുതിയിരിക്കുന്നു പെന്റെയിൻ. രണ്ടാമത്തതിൽ എന്തുണ്ട്? ഒരു 4 കാർബൺ ചെയിൻ വരുന്ന ഒരു ചെയിൻ ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് മുകളിലേക്ക് സെക്കൻഡ് കാർബണിൽ നിന്ന് ഒരു ബ്രാഞ്ചും ഉണ്ട്, അല്ലെ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യത്യാസം പറയാൻ പറ്റുന്നത് ഒരെണ്ണം ബ്രാഞ്ച് ഉള്ളതാണ്, ഒരെണ്ണം ബ്രാഞ്ച് ഇല്ലാത്തതുമാണ്. അപ്പോൾ അതിന് സെക്കൻഡ് ഹൈഡ്രോ കാർബൺ ഹാസ് എ ബ്രാഞ്ച്. രണ്ടാമത്തെ ഹൈഡ്രോ കാർബണിന് എന്തുണ്ട്? ഒരു ശാഖയുണ്ട്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഇതേ മോളിക്കുലർ ഫോർമുലയുള്ള, അതായത് ഈ ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ സെക്കൻഡ് കോമ്പൗണ്ടിന്റെ 1ഉം 2ഉം ഹൈഡ്രോ കാർബൺ സംയുക്തത്തിന്റെ അതേ തന്മാത്രാ സൂത്രമുള്ള മോളിക്കുലർ ഫോർമുലയുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് ഞാൻ ഇവിടെ മൂന്നാമത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തിന്റെ രണ്ടാമത്തിന്റെ മോളിക്കുലർ ഫോർമുല നേരത്തെ എഴുതിയിട്ടുണ്ട്. ഞാൻ MF എഴുതിയിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല തന്മാത്രാ സൂത്രം എന്ന് മനസ്സിലാക്കിക്കോണം. C5H12 ആയിരുന്നു ഈ ആദ്യത്തിന്റെ രണ്ടാമത്തിന്റെ മോളിക്കുലർ ഫോർമുല. ഇനി അതേപോലെ തന്നെ 5 കാർബൺ തന്നെ വരുന്ന ഒരു സംയുക്തം ഞാൻ ഇവിടെയും എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, 5 കാർബണും ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ 12 എണ്ണം ഉണ്ട്. അപ്പൊ ഈ ആദ്യത്തേത് ഒരു നോർമലായ ഒരു കാർബൺ ചെയിൻ, രണ്ടാമത്തതിൽ ഒരു ശാഖയോട് കൂടിയ, ഒരു ബ്രാഞ്ചോട് കൂടിയ കാർബൺ ചെയിൻ, അടുത്ത മൂന്നാമത് എഴുതിയേക്കുന്നത് 2 ശാഖയോട് കൂടിയ ഒരു ഹൈഡ്രോ കാർബൺ. പക്ഷെ ഈ 3 കോമ്പൗണ്ടിന്റെയും 3 സംയുക്തത്തിന്റെയും മോളിക്കുലർ ഫോർമുല തന്മാത്രാ സൂത്രം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, 5 കാർബൺ ഉള്ള ഒരു സംയുക്തത്തിന് വ്യത്യസ്ത രീതിയിൽ ശാഖകൾ ഉണ്ടാക്കാൻ, അതായത് ബ്രാഞ്ച്ഡ് ചെയിൻ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്. ഇപ്പൊ പെന്റെയിൻ ആണ്, ഇത് നിങ്ങൾക്ക് അറിയാം. ഈ പെന്റെയിൻ തന്നെ എന്താണ് 2 വ്യത്യസ്ത രീതിയിൽ കൂടി ശാഖകളാക്കി സെയിം മോളിക്കുലർ ഫോർമുലയിൽ എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇതിനൊക്കെ ഒരു പേരുണ്ട്. അത് നമ്മുടെ IUPAC നെയിമിങ്ങിന് ശേഷം അത് നമ്മൾ പഠിക്കും. ഇങ്ങനെ എന്താണ് ഇങ്ങനെ കാണിക്കാൻ കാരണം, ഈ ഒരു വ്യത്യസ്ത രീതിയിൽ ശാഖയായിട്ടൊക്കെ വരും, പക്ഷെ സെയിം മോളിക്കുലർ ഫോർമുലയാണ്, എന്താ പേരെന്നൊക്കെ ഉള്ളത് ശേഷം പഠിക്കും. അടുത്തത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് 1 ബ്രാഞ്ച്, അതായത് ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണം. ഒറ്റ ഒരു ബ്രാഞ്ച് മാത്രം വരുന്ന ആൽക്കൈൻസിനെ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ 2 സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. CH3CH, താഴേക്ക് CH3, റൈറ്റിലേക്ക് CH2CH3. ഇതില്
ആദ്യത്തെ കോമ്പൗണ്ടിനെ മാത്രം പറയാം. ഇത് IUPAC നെയിം ചെയ്യാനായിട്ട്, അതായത് നാമകരണം ചെയ്യാനായിട്ട് ഒരു ബ്രാഞ്ച് ഉള്ള ആൽക്കൈൻസിനെ ഫസ്റ്റിലെ നിങ്ങൾ ചെയ്യേണ്ടത് ടു സെലക്ട് ലോങ്സ്റ്റ് ചെയിൻ, ഏറ്റവും വലിയ ചെയിനെ സെലക്ട് ചെയ്യുക എന്നാ. അപ്പൊ ആ ചെയിനെ ഇങ്ങനെ വന്ന് താഴെ ചെയിൻ പോകാം, നേരെയുള്ള ചെയിനെയും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നത് നേരെയുള്ള ചെയിനാണ്. ആ ചെയിനിൽ വരാത്ത ഒരു ശാഖത ഇവിടെ നിപ്പുണ്ട്, CH3 എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നതിനെ നമ്മൾ മെയിൻ ചെയിൻ എന്ന് പറയും, പ്രധാന ചെയിൻ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്കെലിറ്റൻ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ വരച്ചിട്ടുണ്ട്. നോക്കിയാൽ 1 2 3 4 4 കാർബണും താഴേക്ക് ഒരു കാർബണും കൂടെ വന്നിട്ടുള്ള രീതിയിലാണ് ആദ്യത്തേത് തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ചെയിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ്? CH3 CH2 CH3. ഇവിടുന്ന് CH നിന്ന് താഴേക്ക് CH2 CH3. ഇവിടെ ഞാൻ ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തേക്ക് നോക്കി, നേരെ ഉള്ളത് സെലക്ട് ചെയ്താൽ അതിൽ എത്ര കാർബൺ വരും? 1 2 3 4 വരികയുള്ളൂ. എന്നാൽ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് താഴേക്ക് വന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1 2 3 4 5 5 കാർബൺ ഉള്ള ഒരു ചെയിൻ കിട്ടും. അപ്പൊ നമുക്ക് ഈ മുകളിൽ പറഞ്ഞ പോലെ നേരെയുള്ള ചെയിൻ സെലക്ട് ചെയ്താൽ, ഇവിടെ സെലക്ട് ചെയ്താൽ 4 കാർബണേ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വളഞ്ഞ് വരുന്ന ആ ചെയിൻ ആണ് എടുക്കണം. അതാണ് മെയിൻ ചെയിൻ, പ്രധാന ചെയിൻ എന്ന് പറയുന്നത് അതാണ്. അതിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന ഈ ആളാണ് എന്ത്? ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടെണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പരമാവധി നമ്മൾ ടു സെലക്ട് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ അതിലെ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കണം. ഏറ്റവും വലിയ ചെയിനിൽ പരമാവധി കാർബൺ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഈ ശാഖ കൂടാതെ. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നേരെ നമുക്ക് അതിന്റെ പൊസിഷൻ കൊടുക്കേണ്ടതുണ്ട്. ഈ ബ്രാഞ്ച് പ്രത്യേക പൊസിഷൻ, അങ്ങനെ ശാഖയ്ക്ക് പൊസിഷൻ ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ഈ ആദ്യത്തെ കോമ്പൗണ്ടിനെ ഇങ്ങനെ സ്കെൽറ്റൻ ആയിട്ട് ഇവിടെ 2 രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇതിനെ സി താഴേക്ക് സെക്കൻഡ് കാർബണിൽ C എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഈ ചെയിനെ നമ്മൾ നമ്പർ ചെയ്യണമെങ്കിൽ ഇടത്തു നിന്ന് വലത്തേക്ക് നമ്പർ ചെയ്യാം, വലത്തു നിന്ന് ഇടത്തേക്ക് നമ്പർ ചെയ്യാം. ശരിയായ നമ്പർ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ബ്രാഞ്ച് വരുന്ന ശാഖ വരുന്ന ആ ഗ്രൂപ്പിന് ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ നമ്പർ ചെയ്യണം. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു CH3 ഉണ്ട് അല്ലെ, ഇവിടെ ഒരു CH3 ഉള്ള കാർബൺ ഇതാണ്. ആ കാർബണിന് ചെറിയ നമ്പർ വരുന്ന പോലെ നമ്പർ ചെയ്യണം. ഇപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ സെക്കൻഡ് കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. എന്നാൽ ഇതിനെ തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമ്പർ കൊടുത്തത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. നോക്കിക്കേ, 1 2 3 തേർഡ് കാർബണിലാണ് അപ്പോൾ ബ്രാഞ്ച് വരുന്നത്. അങ്ങനെ പൊസിഷൻ നമ്പർ കൊടുക്കുന്നത് തെറ്റാണെന്നാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ബ്രാഞ്ച് വരുന്ന ആ ഗ്രൂപ്പ്, ബ്രാഞ്ച് നിൽക്കുന്ന കാർബൺ ഏതാണോ അതിന് ലീസ്റ്റ് നമ്പർ വരത്തക്ക രീതിയിൽ മാത്രമേ നമ്പറിങ് ചെയ്യാവുള്ളൂ. അത് ലെഫ്റ്റ് ടു റൈറ്റ് ആകാം, റൈറ്റ് ടു ലെഫ്റ്റ് ആകാം. അപ്പോഴൊക്കെ ഏറ്റവും ചെറിയ നമ്പർ മാത്രമേ ബ്രാഞ്ചായിട്ട് വരുന്ന ആളിന് കണക്ട് ചെയ്തിട്ടുള്ള കാർബണിന് ചെറിയ നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ നമ്പർക്ക് ഇതേ രീതിയിൽ, ഇത് ഇപ്പൊ തെറ്റാണ്, ഈ രീതിയാണ് ശരിയായിട്ടുള്ളത്. അതിന് ഞാൻ IUPAC നെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് ആദ്യം ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം ശാഖയ്ക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? ശാഖയ്ക്കാണ്, ബ്രാഞ്ചിനാണ്. അപ്പൊ നമ്മൾ മീഥൈൽ, ഈ ഒരു CH3 ആയിട്ട് നിൽക്കുന്ന ആ ബ്രാഞ്ചിന് ഒരു പേരുണ്ട്, എന്ത്? മീഥൈൽ. CH3 എന്ന് പറഞ്ഞാൽ എന്താ? മീഥൈൽ. ഇനി ബ്രാഞ്ച് ആയിട്ട് ഒരാളും കൂടി വരാൻ സാധ്യതയുണ്ട്, ഇനിയും ഉണ്ട്, പക്ഷെ 2 തൽക്കാലം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. CH2 CH3, അതിന്റെ പേര് ഈഥൈൽ എന്നാണ്. അപ്പൊ 2 പ്രധാന, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, മീഥൈൽ. നിങ്ങൾക്കത് ടെക്സ്റ്റ് ബുക്കിലെ ചാർട്ടിൽ ഒരു ബോക്സിനകത്താക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പുകൾ, ശാഖകൾ ഏതൊക്കെ വരുന്നു എന്ന് നോക്കി പഠിച്ചു വെക്കണം. CH3 ശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് മീഥൈൽ. CH2 CH3 ബ്രാഞ്ചിന് വിളിക്കുന്ന പേരാണ് ഈഥൈൽ. അപ്പൊ ഇതിലേതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ്? ഒരു CH3 വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ മീഥൈലാണ്. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുന്ന, IUPAC നെയിം ചെയ്യുന്ന സമയത്ത് ഈ മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആണ് ആദ്യം പറയേണ്ടത്. അത് എത്രാമത്തെ പൊസിഷൻ, എത്രാമത്തെ കാർബണില? 2ാമത്തെ കാർബണിൽ എന്നുള്ളതിനെ പ്രതിനിധീകരിക്കാനായിട്ട് 2 എന്ന് എഴുതി ഒരു ഹൈഫൻ ഇടണം, നിർബന്ധമാണ്. ഈ ഹൈഫൻ ഒക്കെ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അരമാർക്കൊക്കെ നെയിമിങ്ങിൽ കുറയ്ക്കും. അപ്പൊ 2 എഴുതിയിട്ട് ഹൈഫൻ ഇടുക, എന്നിട്ട് ഈ ബ്രാഞ്ചിന്റെ പേര് എഴുതുക, എന്ത്? മീഥൈൽ. അപ്പൊ 2 മീഥൈൽ. പിന്നെ നമ്മൾ വരുന്ന ലോങ്സ്റ്റ് ചെയിനിലേക്ക് വരിക. ആ വലിയ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. അതിന്റെ വേർഡ് റൂട്ട് എഴുതുക. എന്താ 4 കാർബണിന്റെ വേർഡ് റൂട്ട്? ബ്യൂട്ട്. എന്നിട്ടത് സിംഗിൾ ബോണ്ടാണോ, ഏകബന്ധനമാണോ, ദ്വിബന്ധനമാണോ, ത്രിബന്ധനമാണോ നോക്കണം. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ വരുന്നതെല്ലാം ഏകബന്ധനമാണ്, അതായത് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചേർത്തു? ANE എന്ന് ചേർത്തു. ആൽക്കേനിന്റെ ANE ചേർത്തു. അപ്പോൾ അതിന്റെ നെയിം വരുന്നത് എങ്ങനെ? 2 മീഥൈൽ ബ്യൂട്ടൈൻ. IUPAC നെയിം 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇങ്ങനെയാണ് അതിനെ നെയിം ചെയ്യുന്നത്. ഇനി അടുത്തതിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത കോമ്പൗണ്ടിനെ ഞാൻ ഇന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതില് CH3 CH2 CH2 CH3 ഇതാണ് പ്രധാന ചെയിൻ. അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു CH3 പോയിട്ടുണ്ട്. അപ്പൊ നേരെ എടുക്കുന്നത് നമുക്ക് 4 കാർബൺ ഉള്ള ചെയിൻ ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഈ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്ന രീതിയിൽ എടുത്താൽ 5 കാർബൺ വരുന്ന ഒരു ചെയിൻ ആയിരിക്കും കിട്ടുക.
എന്നിട്ട് അതിനെ എങ്ങനെയാണ് നമ്പർ ചെയ്യുന്ന രീതി എന്നും കൂടി പറഞ്ഞുതരാം. അതുകൂടാതെ ഇവിടെ ശാഖയായിട്ട് വന്നിരിക്കുന്നത് CH3 ആണ്. ഒരു കാർബൺ ഉള്ള പിന്നെ ഗ്രൂപ്പും ശാഖയായിട്ട് വരും, 2 കാർബൺ ഉള്ളതും 3 കാർബൺ ഉള്ളതും വരാം. അപ്പൊ ഇവിടെ ഒരു കാർബൺ ഉള്ളതാണ് ഇവിടെ ശാഖയായിട്ട് വന്നിരിക്കുന്ന ഈ മെയിൻ ബ്രാഞ്ചിൽ, മെയിൻ ചെയിനിൽ. അപ്പൊ CH3 ആണെങ്കിൽ അതിന്റെ പേരെന്താ? മീഥൈൽ. ഇവിടെ 2 കാർബൺ ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഈഥൈൽ. അത് വരുന്ന ഈ ഗ്രൂപ്പാണ്. ഇനി 3 കാർബൺ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പൈൽ എന്ന് പറയും. അപ്പൊ ഇവിടെ ഇത് രണ്ടും വന്നിട്ടില്ല, മീഥൈൽ ഗ്രൂപ്പ്, ഒരു CH3 മാത്രമേ ഉള്ളൂ. അതിനൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ആദ്യം ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു, പിന്നെ ബ്രാഞ്ചിനെ കണ്ടെത്തി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബ്രാഞ്ച് വരുന്ന കാർബൺ, ബ്രാഞ്ച് ലിങ്ക് ചെയ്തിരിക്കുന്ന കാർബണിനെ ചെറിയ നമ്പർ വരത്തക്ക വിധം എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ഈ നമ്പർ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കി. ഇവിടുന്ന് ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ട് 1 2 3 4 5. ഇവിടെ 3rd കാർബണിലാണ് ബ്രാഞ്ച്, അതായത് ശാഖ വന്നിരിക്കുന്നത്, ബ്രാഞ്ച് ആയിട്ടുള്ള കാർബൺ അല്ലെ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ 3rd കാർബണിൽ തന്നെ വന്നു ബ്രാഞ്ച് ആയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. 1 2 3 4 5 എന്ന് വരും. അപ്പോഴും 3rd കാർബണിൽ തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അതിനെ പൊസിഷൻ നമ്പർ കൊടുക്കാം. ഇനി നമ്മൾ നെയിമിങ്ങിലോട്ട് പോവാണ്. UPSC നെയിം എഴുതാൻ പോകുന്നു. ആദ്യം ശാഖയായിട്ട് വന്ന ശാഖയുടെ പൊസിഷൻ നമ്പർ കൊടുക്കണം. എത്ര? ഇവിടെ ശാഖയായിട്ട് വന്നതിന്റെ പൊസിഷൻ 3 ആണ്. അപ്പൊ 3 എന്ന് എഴുതി ഒരു ഹൈഫൻ ഇടുക. എന്നിട്ട് ഈ ശാഖയുടെ പേര് കൊടുക്കുക. ശാഖയുടെ പേരെന്താണ്? മീഥൈൽ. മീഥൈലിന് എഴുതി. അതിനുശേഷം ഇനിയുള്ളത് മെയിൻ ചെയിനിലെ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ. 5 കാർബൺ വരുന്നതിന്റെ വേർഡ് റൂട്ട് എന്താണ്? പെന്റ് എന്നാണ് അല്ലെ. അപ്പൊ വേർഡ് റൂട്ടോ എഴുതി. അതിനുശേഷം സിംഗിൾ ബോണ്ട് ആണ് എല്ലടോ എങ്കിൽ അതിന് ANE ചേർക്കുന്നു, പെന്റേൻ. അപ്പോൾ അതിന്റെ IUPAC നെയിം എന്താ? 3 മീഥൈൽ പെന്റേൻ എന്നാണ് അതിന്റെ IUPAC നെയിം വരുന്നത്. അടുത്ത ഒരു ടൈപ്പ് കോമ്പൗണ്ട് നോക്കാം. ഒരു ബ്രാഞ്ച് ഉള്ളത് തന്നെ. CH3 CH2 CH, താഴേക്ക് ഒരു CH3 CH2 CH2 CH3. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ സെലക്ട് ചെയ്യുക. ടു സെലക്ട് ലോങ്സ്റ്റ് ചെയിൻ. അപ്പോൾ ഇവിടുത്തെ ചെയിൻ ഇങ്ങനെ വരാം, താഴേക്ക് വരാം. ഇവിടുന്ന് ഇങ്ങനെ പോകാം ചെയിൻ സെലക്ട് ചെയ്യാൻ. ഇനി നേരെ പോകാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1 2 3 4 5 5 കാർബൺ ഉള്ള ഒരു ചെയിൻ ഇങ്ങനെ വരുമ്പോൾ കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടാണെങ്കിൽ 4 ചെയിൻ ഉള്ള ഒരു 4 കാർബൺ ഉള്ള ഒരു ചെയിൻ കിട്ടും. അടുത്തത് ഇങ്ങനെ നേരെയാണെങ്കിൽ 6 കാർബൺ ഉള്ള ഒരു ചെയിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ നേരെ ഉള്ളത് തന്നെ എടുക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കാണാൻ താഴേക്ക് വരുമ്പോൾ 6 കൂടുതൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ചെയിൻ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഏറ്റവും വലിയൊരു ചെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇതിലെ ശാഖ ബ്രാഞ്ചായിട്ട് നിൽക്കുന്നത് CH3 ആണ്. നിങ്ങൾക്ക് അറിയാം CH3യുടെ പേരെന്താണ്? മീഥൈൽ എന്നാണ്. മീഥൈൽ ഗ്രൂപ്പാണ്. ഇനി ഈ CH3 കണക്ട് ചെയ്തിരിക്കുന്ന കാർബണിന് ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ നമ്പർ ചെയ്യണം. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്തപ്പോൾ നോക്കിക്കേ, 3ാമത്തെ കാർബണിലാണ് CH3 വന്നത്. ടോട്ടൽ 6 കാർബൺ ഉണ്ട്. അതിൽ 3ാമത്തെ കാർബണിൽ CH3 വന്നു. ഇതേപോലെ ഞാൻ 6 കാർബൺ എഴുതിയതിനു ശേഷം ഈ പൊസിഷനിൽ തന്നെ താഴോട്ട് ഈ CH3യുടെ C എഴുതിയിട്ടുണ്ട്. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് നമ്പർ ചെയ്ത് നോക്കി. 1 2 3 4th കാർബണിലാണ് ഈ ബ്രാഞ്ച് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ 1 2 3 4. അങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഈ നമ്പറിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി നമുക്ക് ഇതിന്റെ UPSC നെയിം ചെയ്യാം. ഇത് ഈ ബ്രാഞ്ചിന്റെ പേര് നിങ്ങൾക്കറിയാം, മീഥൈൽ ഗ്രൂപ്പ്. ആദ്യം ആ ബ്രാഞ്ചിന്റെ പൊസിഷൻ, അതായത് ആ ശാഖയുടെ പൊസിഷൻ ആണ് എഴുതേണ്ടത്. 3 ആണ്, 3rd കാർബണിൽ. അപ്പൊ 3 എഴുതി ഹൈഫൻ ഇട്ടിട്ട് ഈ ഗ്രൂപ്പിന്റെ പേര് എന്താണ്? മീഥൈൽ. ഇനി 6 കാർബൺ ആണ് ഏറ്റവും വലിയ ചെയിനിലുള്ളത്. 6 കാർബൺ വരുന്നതിന്റെ വേർഡ് റൂട്ട് എന്താണ്? ഹെക്സ് ആണ്. ഇനി ഇവിടെ എല്ലായിടവും സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് ANE എന്നൂടെ ചേർത്തു. അപ്പോൾ IUPAC നെയിം 3 മീഥൈൽ ഹെക്സൈൻ. 3 എഴുതി ഹൈഫൻ ഇടണം, 3 മീഥൈൽ ഹെക്സൈൻ. അപ്പോൾ ഒരു ബ്രാഞ്ചുള്ള ഹൈഡ്രോകാർബണിന്റെ നെയിമിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ.